CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ സ്വപ്ന സുരേഷിന് ജാമ്യം. കേസ് ഈ മാസം 26-ന് വീണ്ടും പരിഗണിക്കും. തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. അതേസമയം MV ഗോവിന്ദനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചുനിൽക്കുന്നതായി സ്വപ്ന സുരേഷ് വ്യക്തമാക്കി. 100% because it is ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ്. I didn't go to anybody and they promised me all this. I don't have to create anything because I do not know this gentleman personally and I never knew that somebody like this existed. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഒരാളിനെ കുറിച്ച് ഇല്ലാത്തത് പറയുക? So this is simply manipulated. വിവരങ്ങൾ നൽകാൻ കണ്ണൂരിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും സ്വപ്നയ്ക്ക് ജാമ്യം ലഭിച്ച സാഹചര്യമുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ആരോപണങ്ങൾ പിൻവലിച്ചാൽ MV ഗോവിന്ദൻ ഒരാൾ മുഖേന ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തു എന്നായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും സ്വപ്ന മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന്. എന്താണ് സംഭവിച്ചത്? മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മകൾ വീണ വിജയനുമെതിരെ പല ആരോപണങ്ങളായിരുന്നു സ്വപ്ന സുരേഷ് പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചത്. ഇതിൽ നിന്നും പിന്മാറാനായി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ 30 കോടി രൂപ ഒരു ദൂതൻ വഴി കൈമാറാമെന്ന് പറഞ്ഞിരുന്നു. വിജേഷ് പിള്ള എന്ന ദൂതൻ വഴി നൽകാമെന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സ്വപ്ന സുരേഷിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്ന രീതിയിൽ പല ആരോപണങ്ങളുണ്ടായിരുന്നു. ഈ ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് വഴി പങ്കുവച്ചിരുന്നു. ഇതിനെതിരെയാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ തളിപ്പറമ്പ് കോടതിയിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 3 തവണയോളം കോടതി ഈ സ്വപ്ന സുരേഷിനോട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 3 തവണ സ്വപ്ന സുരേഷ് കോടതിയിൽ ഹാജരായില്ല. ആ കേസിലാണ് നിലവിൽ കോടതിയിലെത്തി നിലവിൽ ഈ കേസിൽ സ്വപ്ന സുരേഷ് ജാമ്യം എടുത്തിരിക്കുന്നത്. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു സ്വപ്ന സുരേഷിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഗോവിന്ദനെതിരെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. തന്നെ കാണാനായി ഗോവിന്ദന്റെ ദൂതനായ വിജേഷ് പിള്ള തന്നെ കാണാൻ എത്തിയെന്നും അതോടൊപ്പം തന്നെ 30 ലക്ഷം രൂപ വാഗ്ദാനം നൽകിയതായി വീണ്ടും സ്വപ്ന സുരേഷ് ആവർത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷിന്റെ അഡ്വക്കേറ്റ് അഭിഷേകനും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ വീണ വിജയനും സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ട കേസ് നൽകാൻ ധൈര്യമുണ്ടോ എന്നും ആർജവമുണ്ടോ എന്നും വെല്ലുവിളിക്കുന്ന തരത്തിലും ചോദ്യങ്ങൾ ഉന്നയിച്ചു. എന്തായാലും ഈ കേസിനെ പരിഗണിക്കുന്നത് ഈ മാസം 26-ലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ വലിയ വെളിപ്പെടുത്തലാണ് ഉണ്ടായിരുന്നത്. അതിനെതിരെയായിരുന്നു മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ആ കേസിൽ നിന്നും ഈ മുക്തമാകുമെന്നാണ് സ്വപ്ന സുരേഷ് വിശ്വസിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.